എന്റെ പൊന്നെ, മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ രണ്ടും കൂടെ. എന്റെ നല്ല ജീവൻ പോയി. സത്യം പറഞ്ഞിട്ട് പോയാ മതി. എന്ത് സത്യം? ശിവൻ എന്തിനാടി അച്ഛനെ ഇങ്ങനെ സോപ്പിടുന്നേ? തിരുവാങ്കളത്തെ ആ മില്ല് നിങ്ങളുടെ പേരിൽ എഴുതി വാങ്ങാനല്ലേ? പിന്നെ വർഷങ്ങളായിട്ട് പൂട്ടി കിടക്കുന്ന മില്ല് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടാഞ്ഞിട്ടാ. അയ്യ, അത് തുറന്നെടുത്തിരുന്നാലും കട്ടി കുറഞ്ഞ സാധനങ്ങളൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റും. എന്ത് സ്വഭാവം ചേട്ടാ ചേട്ടന്റെ? ഞങ്ങൾക്കൊന്നും വേണ്ട മില്ലൊന്നും. പിന്നെ എന്തിന് മില്ലെല്ലാം അല്ലെങ്കിൽ പിന്നെ എന്തിന്? ആ എനിക്ക് എങ്ങനെ അറിയുന്ന വീടിന്റെ ആധാരത്തിനാ? അതാ കണ്ടില്ല കൃഷ്ണമണിക്കാ? എന്താ ശരിക്കുള്ള സ്നേഹം കൊണ്ടായിക്കൂടെ? അയ്യോ, കാണ്ടാമൃഗത്തിനെ പോലെ ഇരിക്കണം അവനാണ് സ്നേഹം. ആ അതാ പറഞ്ഞ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ അവിടെ ഇരുന്നേ, എന്തുവാ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി, നിനക്കറിയാം. നാത്തൂനെ, എന്താ സംഭവം എന്നറിയോ? അച്ഛന്റെ കൂടെ ഇന്ന് പടവലോ പാവയ്ക്കോ എന്തൊക്കെയോ വെക്കാൻ പോയില്ലേ? അപ്പൊ ശിവേട്ടന് കുട്ടിക്കാലത്ത് എന്തൊക്കെയോ ഓർമ്മ വന്നു പോലും. എന്തോ ഊഞ്ഞാല് കെട്ടിയത്, ബൈക്കിൽ അച്ഛൻ കൊണ്ടുപോയത്, പിന്നെന്തോ ലൈറ്റ് കത്തുന്ന ഷൂ. ഒന്ന് മിണ്ടാതിരിക്കാവോ? നീ കാണാൻ പറയാൻ പറ്റത്തില്ല. നീ പറയേ. ആ അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഓർമ്മ വന്നു. അപ്പൊ അതിന്റെ പേരിൽ അന്നും സ്നേഹം തിരിച്ചു കാണിക്കാൻ പറ്റിയില്ലെന്നും പറഞ്ഞിട്ടാണ് ഈ ഊഞ്ഞാല് കെട്ടുന്നതും ആവി പിടിപ്പിക്കുന്നതും ഒക്കെ. അത്രേ ഉള്ളൂ. പിന്നല്ലാതെ എന്ത് മനസ്സാ ചേട്ടാ ചേട്ടന്റെ? ആ സുമേഷിന്റെ കൂടെ എങ്ങാനും പോയി നന്നായിക്കോ, അതാ നല്ലത്. അത് പിന്നെ ഒരു സുപ്രഭാതത്തില് ഇങ്ങനെയൊക്കെ കാണുമ്പോ ആരെയും സംശയിച്ചു പോയില്ലേ? ഇവിടെയാണ് പറഞ്ഞത് സോപ്പിടാനാണ്. അയ്യോ, ഞാനെന്ന് പറഞ്ഞ കേസിലടി, ഞാനൊന്നുമല്ല. രണ്ടുപേരും കണക്ക് തന്നെ. ആ മണ്ണുമാന്തിയുടെ ഉള്ളിൽ ഒരു ഹൃദയം ഉണ്ടെന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത? എന്ന് മനസ്സിലാക്കുവോ എന്തോ? ഞാൻ പറഞ്ഞതേ ഇരുന്നോണ്ട് നീ സോപ്പിടാനല്ലേ? മോശമായി പോയല്ലേ? മോശമായി പോയി മാപ്പ് പറഞ്ഞല്ല? മാപ്പ് പറയാം. എനിക്കാണെങ്കിൽ അവനെ കാണുമ്പോ ചൊറിഞ്ഞു വരും. സാറല്ല, കൺട്രോൾ ചെയ്താൽ മതി. വാ. കുഞ്ഞുണ്ണിയുടെ ചുമ കുറവുണ്ടല്ലോ ശിവ? പിന്നെ അതിനൊക്കെയുള്ള പരിപാടി ഞാൻ എപ്പോഴേ ചെയ്തു തീർന്നു. അങ്ങനെ നീ ആരാ? ഞാൻ ദൈവം കാണുവാന്നോ? ദൈവം എന്തിന്? ഒരു വെള്ളം ചൂടായി കൊടുക്കുന്ന ദൈവമാവണോ? ആണോ? വെള്ളം ചൂടാക്കി. അത് ശരി. എന്റെ അടുത്ത് ക്ഷമിക്കണം. ഞാൻ ആളെയല്ലേ വളരെ തറയായിട്ട് കണ്ടുപോയി. സോറി. വേണ്ടളിയാ, ഒരിക്കൽ വായിന്ന് പോയ കാര്യങ്ങളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. എടാ, അത് പിന്നെ നീ ഒരു ദിവസം പെട്ടെന്ന് വരുന്ന അച്ഛനെ പിടിച്ച് ഊഞ്ഞാലിരുത്തുന്നു, ആട്ടുന്നു, ഇതൊക്കെ കാണുമ്പോൾ ആരായാലും സ്വാഭാവികമായിട്ട് സംശയിക്കും. പിന്നെ ഇപ്പൊ പൈങ്കിളി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി. ഇപ്പഴേ മനസ്സിലായല്ല? നിങ്ങൾക്ക് അറിയാമോ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ കൂടെയാണ് ഞാൻ മാമനെ കാണുന്നത്. ഇതാണ് പ്രശ്നം. എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് ഓവറാക്കി കളയും. എന്താ ഇത്? മാലിന്യം. ഇത് ഞാൻ എവിടെ കൊണ്ട് വെക്കണം? നീയേ ഒരു കാര്യം ചെയ്യ്, എന്റെ തലയിലോട്ട് ഇറക്കി പോയി കൊണ്ടുപോടാ. ഇതെടുത്ത് അകത്തോട്ട് കൊണ്ടുവന്ന് നിനക്ക് പ്രാന്താ? ഈ മാലിന്യെല്ലാം കൂടെ ചാക്കി ഇറച്ചപ്പോഴേ ഓർത്തത് എവിടെ കൊണ്ട് കളയണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അമ്മേ, എന്താ ഇവിടെ ഒരു നാറ്റം? മാലിന്യം കണ്ടിട്ട് മനസ്സിലില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കളയാൻ സ്ഥലമില്ല. നീ നന്നായാലും മനുഷ്യന് മെനക്കേടാണ്ടേ. ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്നടേ. ഞാൻ എന്താ ഇത് കളയാൻ ഒരു സാഹചര്യം വേണ്ടേ? പിന്നെ സർക്കാർ മുക്കിന് പാട്ടയൊന്നും വെച്ചിട്ടില്ലല്ലോ കൊണ്ടുപോയി ഇടാൻ. മുക്കിന് പാട്ട വെച്ചെങ്കിൽ നിന്നെ പോലുള്ളമാരെ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോയി വെള്ളം നിറച്ചിട്ട് നീന്തി തുടിക്കും. അയ്യ, ഒന്ന് പോയേട്ടാ ചുമ്മാ അലക്കാതെ. ഞാൻ ഇതും കൊണ്ട് കുറെ ദൂരം നടന്നതാ. പിന്നെ വിചാരിച്ച് വല്ല തോട്ടിലാണ് കൊണ്ട് എറിയാന്ന്. സൂപ്പർ. ശിവനേക്ക് എന്ത് ചെയ്യണമെന്നാണ്. എന്നിട്ട് എന്താടാ? പിന്നെന്തോ ഞാനെ കുറെ സദാചാരന്മാരെ എന്നെ ഇടിക്കാൻ പിടിച്ച്. ഞാൻ പിന്നെ തൊഴുത് കാല് പിടിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ് എന്നാ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത്രയും ചവർ എവിടുന്ന് കിട്ടിയടാ നിനക്ക്? അത് അച്ഛമ്മ ഈ പാക്കറ്റിലൊക്കെ ജ്യൂസ് വാങ്ങിച്ചിട്ട് ഇത് കറക്കി ഇങ്ങനെ എറിയുന്നതാ ഈ പാക്കറ്റ്. ഓഹോ, അത് ശരി. എൻ്റെ ചെറുപ്പത്തിൽ ഈ പരിസരമെല്ലാം എത്ര നന്നായിട്ടിരിക്കുമായിരുന്നു അറിയാമോ? നദിയെല്ലാം നല്ല സുന്ദരമായിട്ട് കണ്ണുനീര് പോലെ ഒഴുകുമായിരുന്നു. ഇപ്പം കൺമഷി പോലാണ് ഒഴുകുന്നത്. അച്ഛമ്മയുടെ ഉപമ അറിയാതെ എവിടെ കൊണ്ട് വെക്കണമെന്ന് പറ. എടാ നീ എവിടെ കൊണ്ടുവച്ച് കത്തിരടാ. എന്റെ അളിയത് കത്തിക്കാനൊന്നും പറ്റത്തില്ല, ആകെ കൊഴിഞ്ഞിരിക്കുക മൊത്തത്തിൽ. എന്നെ കൊണ്ട് കൊഴിച്ചിടലാ. എന്റെ പറമ്പല്ലത് പറ്റില്ല. എടാ ഞാൻ സമ്മതിക്കില്ല കേട്ടാ. അത്രയ്ക്കാന്നോ? എന്നാ ഒന്ന് കാണണമല്ലേ? പിന്നെ ഒന്ന് കാണണമല്ലോ. എന്നാ എന്തോടാ കാണിക്കണേ? ഇത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തിന്നണോ? അത് അപ്പുറത്തായിട്ടാണ് കിടക്കട്ടെ. ഇത് വൃത്തിയുടെ സോളി അളിയന്റെ. എടാ നീ ഇത് മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ കൊണ്ടുപോട്. എന്നിട്ട് നിന്റെ വിഷമങ്ങളൊക്കെ പറ. അവരൊരു പാട്ട വരും. 3 കിലോമീറ്റർ നടന്നാ മതി. എന്താ വണ്ടി പോയാൽ പറ്റത്തില്ലേ? നീ വണ്ടി കൊണ്ട് കയറിക്കോടും. അവന്മാർ തലയിട്ട് അടിച്ചു തരും. എടാ നീയേ ഇപ്പൊ വെച്ച് നടന്ന വൈകുന്നേരത്തിന് മുമ്പ് അങ്ങ് എത്തും. നീ ദണ്ഡിയാത്ര പറ്റിയൊക്കെ പറഞ്ഞല്ലേ കുറച്ച് മുമ്പ്, സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ. അതുപോലെ വെച്ച് നടന്നോ? പോട്ട്. ദൈവമേ, ഞാൻ ഇനി ആർക്കും ഒരു നല്ല കാര്യം ചെയ്ത് കൊടുക്കത്തില്ല. പോട്ട് പെട്ടെന്ന് പോടാ.
കൊണ്ടുപോ കൊണ്ടുപോ. നിങ്ങൾ ദുഃഖിക്കും കേട്ടോ. നമ്മൾ ദുഃഖിച്ചടാ. ഞാന് വാടകയൊക്കെ സഹിച്ചാ നിൽക്കുന്നത്. ആ അളി അവൻ വീണ്ടും വീടിനകത്തോലെ കൊണ്ടുവരും. നിക്കടാ പിടിച്ചോ കേട്ടോ അവനെ വിടല്ലേ.